അതാണ് ഡെലൂഷൻ ഡിസോർഡർ. അതാണ് ഇന്നത്തെ സ്കിസോഫ്രീനിക് ഡേയിൽ നമ്മൾ ആലോചിക്കേണ്ടത്. ഈ രോഗികൾ ഇല്ലാത്തത് പലതും ഉണ്ട് നമ്മുടെ മുമ്പിൽ എന്ന് പറയും. അതിനെ നമ്മൾ ഹാലുസിനേഷൻസ് എന്ന് പറയും. ഹാലുസിനേഷൻസ് എന്ന് പറഞ്ഞാൽ പലതരം ഉണ്ട്. സൗണ്ട് കേൾക്കുന്ന ചങ്ങാതിമാരുണ്ട്. പല സമയത്ത് പല ആൾക്കാരും വന്ന് സംസാരിക്കും. അതായത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, മൂപ്പര് കുന്നമംഗലത്താണ് താമസം. ഏകദേശം ഒരു 55-60 വയസ്സിൻ്റെ ഇടയിൽ പ്രായമുള്ള ആളാണ്. അപ്പം ഇങ്ങനെ ഭാര്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഷങ്ങളെ നേരിട്ട് കാണണം, മൂപ്പരെ കൊണ്ട് ഞാൻ മടുത്തിരിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങേര് ഇപ്പോൾ കുടി നിർത്തിയിട്ട് 7-8 കൊല്ലം അയാളല്ലേ, അയാളെ കൊണ്ട് പിന്നെ എന്ത് പ്രോബ്ലം, അല്ല അയാളെ കൊണ്ട് സംസാരിക്കാനുണ്ട്. അങ്ങനെ ഈ ഭാര്യയും ഭർത്താവിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞു, ഇവളെ കൊണ്ട് ഞാൻ മടുത്തു, ഞാൻ കുടിയനായത് തന്നെ ഇവളെ കിട്ടിയതിന് ശേഷം. ഇവളെ കൊണ്ടാണ് ഞാൻ കുടിയനായത്, അല്ലെങ്കിൽ ഞാൻ കുടിയനാവില്ലേ. ഇപ്പോൾ കുടി നിർത്തിയിട്ട് ഇവളെ ശല്യം എനിക്ക് സഹിക്കാൻ വയ്യ. ഞാൻ ആ സ്ത്രീനോട് ചോദിച്ചു, ഇപ്പോൾ മനുഷ്യൻ കുടിയൊക്കെ നിർത്തിയല്ലേ, നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് കോപ്പറേറ്റീവായിട്ട് പെരുമാറിക്കൂടെ, എന്തിനാണ് അയാൾ വെറുപ്പിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീ എന്നോട് പറയുക, ഇങ്ങേര് രാവിലെ സ്വന്തം അച്ഛനോട് ചോദിച്ചിട്ടാണ് വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങിക്കോട്ടെ, അതിനെന്താ, എല്ലാവരും അങ്ങനെയല്ലേ വേണ്ടത്. ഇപ്പോൾ പ്രായമുള്ള ആൾക്കാരെ കാണുമ്പോൾ അവരോട് ഒരു പെർമിഷൻ ഒക്കെ ചോദിച്ച് പോകുന്നതല്ലേ നല്ലത്. ഇയാൾ രാവിലെ പോവും, കറണ്ട് ബില്ല് അടയ്ക്കാൻ പോവും, അതേമാതിരി തന്നെ റേഷൻ പീടികയിൽ പോവും, അതേമാതിരി തന്നെ സാധനങ്ങൾ വാങ്ങും, വരും, മുറ്റത്ത് നെല്ല് ഉണക്കാനിട്ടിട്ടുണ്ടാവും, അതൊക്കെ വാരിയിടാൻ ഭാര്യയോട് പറയും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സ്വന്തം പിതാവ് പറഞ്ഞ കാര്യങ്ങളും അതേമാതിരി അനുസരിക്കുകയാണ്. നല്ല കാര്യം. മൂപ്പരിപ്പോൾ കുടി നിർത്തിയതിന് ശേഷം ആഴ്ചത്തെ ചെയ്യുകയായിരിക്കും. ഇത്രയും കാലം പിതാവ് പറഞ്ഞതിന് തലകുത്തനമാണെന്നല്ലോ, നല്ല കാര്യം, അയാൾ അതേമാതിരി ചെയ്തോട്ടെ. ഉടനെ ശ്രീ എന്നോട് പറയുക, ഇയാൾ അച്ഛൻ മരിച്ചിട്ട് 10 കൊല്ലമായി സാറേ. 10 കൊല്ലം മുമ്പ് മരിച്ച അച്ഛനാണ് ഈ കാര്യങ്ങളൊക്കെ ആരോട് പറയുന്നത്, ഇയാളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഓഡിയോ ഹാലുസിനേഷൻ. ഇല്ലാത്ത ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. പല ആൾക്കാരും വന്ന് പലതും പറയുന്ന മാതിരി കേട്ടുകൊണ്ടിരിക്കുക. ഇതും ഒരു മാനസിക രോഗത്തിന്റെ ലക്ഷണമാണ്. നെക്സ്റ്റ്, ഇതാണ് ഇന്നത്തെ ദിനത്തിലുള്ള സ്കീസോഫ്രീനിയ. ഫ്രീനിയ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ, സ്കീസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബ്രെയിൻ. അതാണ് സ്കീസോഫ്രീനിയ. ഇരട്ട വ്യക്തിത്വങ്ങൾ കാണിക്കും,